ലഹരിയെ അനുകൂലിക്കുന്ന ഒരു നിലപാടും തന്റെ ഭാഗം നിന്ന് ഉണ്ടാകില്ല എന്ന് ഗീവർഗീസ് മാർ കൂറിലോസ്. വേടനായാലും വിനായകനായാലും മോഹൻലാൽ ആയാലും താനായാലും നിയമത്തിന്റെ വഴിക്ക് പോകണം. ലഹരി ഉപയോഗിച്ചാൽ നിയമ നടപടി ഉണ്ടാകണം, ശിക്ഷ കിട്ടണം. ജാതിയുടെ എല്ലാ ഘടനകളെയും വെല്ലുവിളിച്ച് പോരാടി ഉയരങ്ങളിലെത്തിയ ആളാണ് വേടൻ. കഠിനാധ്വാനത്തിലൂടെയും പ്രതിഭയിലൂടെയും നേടിയെടുത്ത സ്ഥാനം അത് പെട്ടെന്ന് നശിപ്പിക്കാൻ അനുവദിക്കരുത്. കലാവാസന ഇല്ലാതാക്കുന്ന രീതിയിൽ നടപടിയെടുക്കരുതെന്നും ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു. വിഷയത്തിൽ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതുപോലെ ലഹരിക്ക് എല്ലാ കാലത്തും ഞാൻ എതിരാണ്. ലഹരിക്കെതിരെയുള്ള എല്ലാ പോരാട്ടങ്ങളിലും എന്നാൽ കഴിയുന്നത് ഞാൻ പങ്കുചേരുന്ന ഒരു വ്യക്തിയാണ്. മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ലഹരിയെ ന്യായീകരിക്കുന്ന ഒരു നിലപാടും എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. വേടനുമായിട്ടുള്ള ഈ വിഷയത്തിൽ ഞാനത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, വേടൻ്റെ രാഷ്ട്രീയ നിലപാടിനോടൊപ്പം നിൽക്കുമ്പോഴും ലഹരിക്കെതിരെയാണ് എൻ്റെ നിലപാടെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വേടനായാലും വിനായകനായാലും മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ഞാനായാലും ആര് ലഹരി ഉപയോഗിച്ചാലും അത് നിയമത്തിൻ്റെ വഴിയിൽ തന്നെ അതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകേണ്ടതുണ്ട്. ശിക്ഷ ആർക്കാണെങ്കിലും ലഭിക്കേണ്ടതുമാണ്. എന്നാൽ വേടനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹം വരുന്ന സാമൂഹിക പശ്ചാത്തലമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്ന ജാതിയാണ്. അപ്പോൾ ജാതി എന്ന പരിഗണന നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ ഈ ഒരു വിഷയത്തെ സമീപിക്കാൻ അസാധ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ്